ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ കടയിൽ പോയപ്പോഴത്തേക്കും കുറച്ച് ബട്ടർ മഷ്റൂം മേടിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഗാർലിക് മഷ്റൂം ആക്കി എടുത്താലോ? അതായത് നമ്മുടെ കൂണ കേട്ടോ. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഈ കൂണ ആദ്യം വെള്ളത്തിലേക്ക് തട്ടുക, അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിൻ്റെ പുറം ഭാഗത്ത് കുറച്ച് വിഴുവിഴു പോലെ ഉണ്ട്. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഇതേപോലെ അതിൻ്റെ ആ സ്കിൻ അങ്ങോട്ട്, ആ തൊലി അങ്ങോട്ടേക്ക് ഉരിഞ്ഞ് കളയണം. അതിനുശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ചിലർക്കിത് കട്ട് ചെയ്തെടുക്കാണ്ട് മുഴുവനായിട്ട് ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കത് ഇഷ്ടമില്ലാത്ത കാരണം കേട്ടോ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണത്. അതിനുശേഷം ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇടണം. തീ കുറച്ചിട്ടാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ബട്ടറല്ലേ. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ഈ നമ്മുടെ വെളുത്തുള്ളിയില്ല, അതിനിങ്ങനെ കുനുകുനാന്നരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചക്കുത്തലൊന്ന് മാറിയതിന് ശേഷം നമ്മളൊരു സവാള അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കണ കൂണില്ലേ അതിങ്ങോട്ടേക്ക് തട്ടി കൊടുക്കുക. അതിനുശേഷം അതും ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം എന്ത് ചെയ്താൽ മതി? നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. അങ്ങനെ അത് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ കുത്തുമുളക് പൊടിയിലെ ചില്ലി ഫ്ലേക്സ് എന്നൊക്കെ പറയണം അതിനെ ഇട്ട് പിന്നെ നമ്മൾ ഹെർബ്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ഫ്രഷ് ക്രീമില്ലേ അതും കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം? നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? അപ്പോൾ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലോട്ട് വിളമ്പുക. അതിനുശേഷം എടുത്തങ്ങോട്ട് കഴിക്കാൻ മക്കളെ. വേറെ ലെവലിൽ സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യില്ലേ? ടാറ്റാ.